ഹായ് ഫ്രണ്ട്സ്, ഏവർക്കും നമസ്കാരം. രമ സ്പിരിച്വൽ വേൾഡിലേക്ക് ഒരിക്കൽ കൂടി സ്വാഗതം. ഗുഡ് മോർണിംഗ് മെസ്സേജാണ്. എല്ലാവർക്കും നല്ലൊരു സുപ്രഭാതം ആശംസിക്കുന്നു. എല്ലാവരും ആഗ്രഹിക്കുന്ന കാര്യങ്ങളൊക്കെ സാധിച്ചു കിട്ടട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. ആദ്യമായി നിങ്ങൾ എനിക്ക് തന്നിട്ടുള്ള സപ്പോർട്ടിന് ഒരുപാട് നന്ദി. താങ്ക് യു സോ മച്ച്. എല്ലാവരോടും ഒരുപാട് നന്ദി, ഒരുപാട് സ്നേഹം. അപ്പോൾ ഇതൊരു ജനറൽ വീഡിയോ ആണ്, ജെൻഡർലെസ് ആണ്, ടൈംലെസ് ആണ്. നിങ്ങളിത് എപ്പോൾ കണ്ടാലും വാലിഡ് ആവുന്നതാണ്. നിങ്ങളുടെ സിറ്റുവേഷൻ അനുസരിച്ച് മാറ്റാവുന്ന കാര്യങ്ങൾ മാത്രം എടുക്കുക, അല്ലാത്തത് വിട്ടേക്കുക. നമുക്ക് റീഡിങ്ങിലേക്ക് പോകാം. ഇന്നത്തെ ദിവസം എന്താണെന്ന് എല്ലാവർക്കും അറിയാലോ. ഇന്ന് ഉത്രാടം, 1-ാം ഓണമാണേ. എല്ലാവർക്കും നല്ലത് വരട്ടെ, സന്തോഷത്തിലും സമൃദ്ധിയിലും ഇരിക്കാൻ സാധിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു, ആശംസിക്കുന്നു. എന്തൊക്കെയാണ് ഇന്നത്തെ യൂണിവേഴ്സിന്റെ മെസ്സേജ്, യൂണിവേഴ്സിന്റെ ഗൈഡൻസ് എന്തൊക്കെയാണ് എന്ന് നമുക്കൊന്ന് നോക്കാവേ. ആർക്കും റീഡിംഗ് ഒന്നും കാണാൻ സമയം കാണില്ലായിരിക്കും. 4 ഓഫ് പെന്റക്കിൾസിന്റെ എനർജിയാണ് നമുക്കിവിടെ ഫസ്റ്റ് വന്നിരിക്കുന്നത്. പിന്നീട് 4 ഓഫ് വാൺസ് വന്നിട്ടുണ്ട്. പേജ് ഓഫ് വാൺസ്, ടെൻ ഓഫ് സോഡ്സ്, ഇത് ചാരിയട്ട് വന്നിരിക്കുന്നു. 9 ഓഫ് വാൺസ് വന്നിരിക്കുന്നു. ദ സ്റ്റാർ, 10 ഓഫ് വാൺസ്. ബോട്ടം വന്നിരിക്കുന്നത് 7 ഓഫ് കപ്സിന്റെ എനർജി. അപ്പൊ ഇന്നത്തെ ദിവസം നിങ്ങൾക്ക് ഒരുപാട് കാര്യങ്ങൾ, അവസരങ്ങൾ നിങ്ങളുടെ മുൻപിലേക്ക് ഒരുപാട് വരുന്നതായിട്ടാണ് കാണുന്നത്. എന്തെങ്കിലും സാധനങ്ങൾ വാങ്ങിക്കാനാവാം, അതുമല്ല എങ്കിൽ മറ്റു ഒരുപാട് കാര്യങ്ങളിലേക്ക് അവസരം ഉണ്ടാകുന്നു. 7 ഓഫ് കപ്സിന്റെ എനർജി. ചിലപ്പോൾ ഡ്രസ്സുകൾ വാങ്ങിക്കാനാവാം, അതുപോലെ തന്നെ മറ്റ് ഓർണമെന്റ്സ് വാങ്ങിക്കാനാവാം. അതിലൊക്കെ ഒരു സെലക്ഷൻ ലഭിക്കുന്നു എന്നുള്ളതാണ്. അവസരം ഉണ്ടാകുന്നു. അതിനൊക്കെയുള്ള അവസരങ്ങൾ, ഒന്നല്ല പല വിധത്തിലുള്ള അവസരങ്ങൾ നിങ്ങളിലേക്ക് വരാൻ പോകുന്നു എന്നുള്ളതാണ് ഇവിടെ കാണുന്നത്. അതുപോലെ തന്നെ 5 ഓഫ് കപ്സിന്റെ എനർജി. ചിലർക്കൊക്കെ ഒരു നഷ്ടബോധം ഉണ്ടാകുന്നു എന്ന് കാണുന്നുണ്ട്. പോയതിനെ ഓർത്ത് ചിലരൊക്കെ വിഷമിക്കുക, അല്ലെങ്കിൽ ഏതെങ്കിലും വ്യക്തികളെ കാണാഞ്ഞിട്ടുള്ള വിഷമമാകാം. ചിലപ്പോൾ ഏതെങ്കിലും കൂട്ടുകാർ വന്നു ചേരുന്നില്ല, അല്ലെങ്കിൽ ബന്ധുക്കൾ ദൂര രാജ്യങ്ങളിൽ നിന്നും വരാതെ ഇരിക്കുന്നവരുണ്ടാവാം. അവരെയൊക്കെ ഓർത്തിട്ട് ഒരു വല്ലാതെ ഒരു വിഷമം അനുഭവിക്കുന്നു എന്നുള്ളതാണ്. അവരൊക്കെ മിസ്സിങ് എനർജിയാണ്. അപ്പോൾ അങ്ങനെയൊക്കെയുള്ള ഒരു എനർജി ഇവിടെ ഉണ്ട്. ഇന്നത്തെ ദിവസം ആർക്കെങ്കിലും അങ്ങനെയൊക്കെയുള്ള ഒരു വിഷമം ഉണ്ടാകാം. അല്ല, കാണാൻ ആഗ്രഹിച്ച ചില വ്യക്തികളെ കാണാൻ പറ്റിയില്ലെങ്കിൽ ഉടനെ പെട്ടെന്നൊരു നിരാശയിലേക്ക്, പെട്ടെന്നൊരു വിഷമത്തിലേക്ക് പോകുന്നു. അതാണ് ഇവിടെ നമുക്ക് ഫസ്റ്റ് വന്നിരിക്കുന്നത് 4 ഓഫ് പെന്റക്കിൾസിന്റെ എനർജിയാണ്. 4 ഓഫ് പെന്റക്കിൾ എന്ന് പറയുമ്പോൾ ഇവിടെ കണ്ടില്ലേ, ഇവിടെ ഒരു സ്റ്റെബിലിറ്റി വരുന്നുണ്ട്, സാമ്പത്തികം ഉണ്ട് കുറച്ച്. അത് അടുക്കി പിടിച്ചു വെച്ചിരിക്കുന്നു. കാരണം ഇപ്പോഴത്തെ ആവശ്യത്തിന് ചെലവാക്കണം എന്നുള്ള ഉദ്ദേശത്തോടു കൂടി അതിനെ വിട്ടുകളയാതെ, അതിനെ അധികം ചെലവഴിക്കാതെ സൂക്ഷിച്ചു വയ്ക്കുന്നു എന്നുള്ളതാണ് കാണുന്നത്. അതുവഴി നിങ്ങളിലേക്ക് സമൃദ്ധി, ഐശ്വര്യം ഒക്കെ വരുന്ന ഒരു ദിവസമാണ് ഇന്ന് എന്നാണ് കാണുന്നത്. കണ്ടില്ലേ, ഇവിടെ ഫ്രൂട്ട്സ് ഒക്കെ ധാരാളമായിട്ട് നിൽക്കുന്നത്. അപ്പൊ ഇന്നത്തെ ദിവസം ഒരു ഐശ്വര്യത്തിന്റെ ദിവസമാണ് പലർക്കും എന്ന് കാണുന്നുണ്ട്. അത്യാവശ്യത്തിനുള്ള കാര്യങ്ങളെല്ലാം ഇന്ന് നടത്തി കൊണ്ടുപോകാൻ സാധിക്കുന്നു എന്നുള്ളതാണ് കാണുന്നത്. അപ്പോൾ ഇത്രയും സാമ്പത്തികം കയ്യിൽ ഉള്ളത് കൊണ്ട് തന്നെ അത്യാവശ്യ കാര്യങ്ങളെല്ലാം നടന്നു പോകും. അതിലെത്ര വിഷമിക്കാനൊന്നും ഇല്ല എന്നുള്ളതാണ് കാണുന്നത്. അവിടുത്തെ 4 ഓഫ് വാൺസിന്റെ എനർജി എന്ന് പറയുമ്പോൾ ഇന്ന് ഒരുപാട് സന്തോഷിക്കാനുള്ള എനർജിയാണ്. ഒരുപാട് പേർ ആവേശത്തോടു കൂടി നിങ്ങൾ ഒന്നിച്ചു ചേരുന്നു എന്നുള്ളതാണ്. ഒത്തിരി ലൈഫ് ഒന്ന് എൻജോയ് ചെയ്യുകയാണ്, ലൈഫ് സെലിബ്രേറ്റ് ചെയ്യുകയാണ് ചെയ്യുന്നത്. കുടുംബസഹിതം കൂടിച്ചേർന്ന് ആഘോഷിക്കുന്നു. കുടുംബസഹിതം ഇതുവരെ ഉണ്ടായിട്ടുള്ള ദുഃഖങ്ങളിൽ നിന്നെല്ലാം ഒന്ന് വിടുതൽ കൊടുത്തുകൊണ്ട് വീണ്ടും ഒരു സന്തോഷത്തിലേക്ക് വരുന്നു എന്നുള്ളതാണ് ഇവിടെ കാണുന്നത്. കുട്ടികളും ഒന്നിച്ച്, അതുപോലെ ചിലപ്പോൾ പുതിയ വീട്ടിലേക്ക് മാറുന്ന ആൾക്കാരും ഉണ്ടാവാം.
ഇവിടെ അങ്ങനെ പല വിധത്തിലുമുള്ള ആൾക്കാരാണ് ഇവിടെ, പല തരത്തിലുള്ള ആൾക്കാരുമായിട്ട് ഇന്നത്തെ ദിവസം എൻജോയ് ചെയ്യാൻ സാധിക്കുന്നു എന്നുള്ളതാണ് ഇവിടെ വന്നിരിക്കുന്നത്. ആരുടെയെങ്കിലുമൊക്കെ വിവാഹം നടക്കാം, വീടിന്റെ പാലുകാച്ചൽ നടക്കാം, ചിലപ്പോൾ വാഹനം വാങ്ങിക്കാം, അങ്ങനെയൊക്കെ എന്തെങ്കിലുമൊക്കെ കാര്യങ്ങളിൽ ഒരുപാട് സന്തോഷത്തിലേക്ക് മുന്നോട്ട് വരുന്നു എന്നുള്ളതാണ് ഇവിടെ കാണുന്നത്. ഇവിടെ പേജ് ഓഫ് വാൻസിന്റെ എനർജി എന്തായാലും ശരി, എന്തോ ഒന്ന് അന്വേഷിക്കുകയാണ് ഇവിടെ ചെയ്യുന്നത്. എന്തോ ഒന്ന് തിരക്കി നിൽക്കുന്നു, അന്വേഷിച്ച് നിൽക്കുന്നു, ഞാൻ അന്വേഷിക്കുന്നത് എനിക്ക് വരുമോ. ചിലപ്പോൾ ഒരു വ്യക്തിയാകാം, അല്ലെങ്കിൽ വ്യക്തിയെ ആവാം, അല്ലെങ്കിൽ ഒരു സാഹചര്യത്തെയും ആവാം. ഈ ഒരു സാഹചര്യം വരണം, അതിനുവേണ്ടി എല്ലാ ദിവസവും ചിലപ്പോൾ എന്തെങ്കിലും ചില കാര്യങ്ങളൊക്കെ നിങ്ങൾ തുടങ്ങി വെച്ചിട്ട് അതിലുള്ള ഒരു പ്രോഗ്രസ് എങ്ങനെയാണെന്ന് നോക്കുന്നതും ആവാം. എന്തോ ഒരു വെയിറ്റിംഗ് ആണ് ചിലപ്പോഴെങ്കിലും ഒക്കെ. അതിനെക്കുറിച്ച് നല്ലതുപോലെ കോൺഫിഡൻസ് ഉണ്ട് എന്നാണ് കാണുന്നത്. അപ്പോൾ അതിലേക്ക് മുന്നോട്ട് ഇറങ്ങിത്തിരിക്കാൻ എന്തെങ്കിലും ഒരു കാര്യം തുടങ്ങി വെച്ചിട്ടാവാം അതിന്റെ പ്രോഗ്രസിന് വേണ്ടി ശ്രമിക്കുന്നത് എന്ന് കാണുന്നുണ്ട്. അതിലേക്ക് എപ്പോഴും ഇങ്ങനെ എനർജി കൊടുത്തുകൊണ്ടിരിക്കുന്നു, അതിന് വളരെയധികം ആവേശത്തോടുകൂടി മുന്നോട്ട് ഇറങ്ങുന്നു എന്നുള്ളതും കാണുന്നുണ്ട്. അതുപോലെ 10 ഓഫ് സോഡിന്റെ എനർജിയാണ് ഇവിടെ വന്നിരിക്കുന്നത്. മറ്റുള്ളവരുടെ പരിഹാസം ഏറ്റുകൊണ്ട് ഒരുപാട് മാനസികമായ വിഷമത്തിലിരിക്കുന്ന എനർജിയാണ് ഇവിടെ വന്നിരിക്കുന്നത്. അങ്ങനെ നിങ്ങൾ മാനസികമായ വിഷമം അനുഭവിക്കുമ്പോൾ തന്നെ നിങ്ങളിലേക്ക് ഡിവൈൻ ബ്ലെസ്സിങ്സ് വരുന്നുണ്ട് ധാരാളമായിട്ട്. മറ്റുള്ളവർ പരിഹസിക്കുന്നവർ അവിടെ ഇരുന്ന് പരിഹസിച്ചോട്ടെ, എനിക്കിതൊന്നുമില്ല, എന്നെ ഇതൊന്നും ബാധിക്കില്ല എന്ന് നമ്മൾ ചിന്തിച്ചു കഴിഞ്ഞാൽ നമ്മളെ ഒന്നും ബാധിക്കില്ല. മനസ്സിലായി? ഇനി അതല്ല, അവരങ്ങനെ പറഞ്ഞു ഇങ്ങനെ പറഞ്ഞു കരുതിക്കൊണ്ട് ചിന്തിക്കാനിരുന്നു കഴിഞ്ഞാൽ അതിനേ സമയം കാണും. അതുകൊണ്ട് എല്ലാ കാര്യങ്ങളിൽ നിന്നും നിങ്ങൾക്ക് ഇവിടെ ഒരു വിടുതൽ ലഭിക്കുന്നു, അല്ലെങ്കിൽ ഒരു പുനർജീവനം ലഭിക്കുന്നു എന്നുള്ളതാണ്. ഈ ഒരു പുനർജീവനം എന്ന് പറയുന്നത് നിങ്ങൾക്ക് ഇന്നത്തെ ദിവസം സന്തോഷം തന്നെ നൽകും എന്നുള്ളതാണ് കാണുന്നത്. എല്ലാവരും ഇന്ന് ഒരുപാട് സന്തോഷിക്കുന്ന ദിവസമാണെന്നാണ് കാണുന്നത് ഇവിടെ. അപ്പൊ ഇത്തരത്തിലുള്ള എനർജിയിലായാൽ പോലും, ഒരുപാട് മാനസിക പ്രശ്നങ്ങളിലായാൽ പോലും ഇന്നത്തെ ദിവസം കുറച്ചെങ്കിലുമൊക്കെ അതിൽ നിന്ന് ഒരു ആശ്വാസം ലഭിക്കുന്നതായിട്ട് കാണുന്നുണ്ട്. കാരണം ഇവിടെ അടുത്തതായിട്ട് ചാരിയട്ടാണ് വന്നിരിക്കുന്നത്. കാരണം ഇവിടെ ആത്മവിശ്വാസം വർദ്ധിച്ചു വരികയാണ്. പവർഫുൾ ആയിട്ട് നിങ്ങൾക്ക് മുന്നോട്ട് വരാൻ സാധിക്കുന്ന പല കാര്യങ്ങളിലും. മനസ്സിലായി? എന്താണ് നിങ്ങൾ മനസ്സിൽ ഉദ്ദേശിക്കുന്നത്? അപ്പൊ ഇന്ന് ഒരുപാട് സന്തോഷിക്കുന്ന ദിവസമല്ലേ, അപ്പോൾ അതിലേക്ക് നിങ്ങളുടെ എനർജി കൂടുതലായിട്ട് ഇൻവെസ്റ്റ് ചെയ്യുന്നുണ്ട്. എനിക്ക് ഒരുപാട് പ്രശ്നങ്ങൾ ഉണ്ടെങ്കിൽ ശരി, ഇന്ന് ഞാൻ കുറച്ചൊന്ന് സന്തോഷത്തിലിരിക്കും. അങ്ങനെ നിങ്ങൾ മാനസികമായിട്ടും ശാരീരികമായിട്ടും പവർഫുൾ ആയിട്ടും മുന്നോട്ട് വരികയാണ് ചെയ്യുന്നത്. അത് നിങ്ങൾ സ്വയം കൊടുക്കുന്ന ഒരു പവറാണ്, അല്ലാതെ നിങ്ങൾക്ക് എങ്ങൊന്നും വരുന്നതല്ല. നിങ്ങൾ സ്വയം വിചാരിച്ചുകൊണ്ട് നിങ്ങൾ സ്വയം കൊടുക്കുന്ന ഒരു പവറാണത്. അങ്ങനെ നിങ്ങൾക്ക് പവർഫുൾ ആയിട്ട് ഇരിക്കാൻ സാധിക്കും എന്നുള്ളതാണ്. നമ്മൾ വിചാരിച്ചു കഴിഞ്ഞാൽ സാധിക്കാത്തതായിട്ട് ഒന്നും തന്നെയില്ല. നമ്മൾ ഒന്ന് മൂഡ് ഓഫ് ആയിട്ടിരിക്കുന്ന സമയത്ത് നമ്മൾ മനസ്സുകൊണ്ട് വിചാരിക്കണോ, എന്തിനാണ് ഇങ്ങനെ ഇരിക്കുന്നത്, ഇങ്ങനെ ഇരുന്നുകൊണ്ട് യാതൊരു പ്രയോജനവും ഇല്ലല്ലോ, എനിക്ക് മുന്നോട്ട് വരണം എന്ന് വിചാരിച്ചു കഴിഞ്ഞാൽ തീർച്ചയായിട്ടും വരാൻ പറ്റുമല്ലോ. പിന്നെന്താണ് ഇവിടെ? അതുപോലെ തന്നെ മറ്റ് ആരുടെയും സ്വഭാവ സർട്ടിഫിക്കറ്റ് ഒന്നും നമുക്ക് വേണ്ട. നമ്മൾ എന്ത് ചെയ്യുന്ന നമ്മുടെ ഇഷ്ടമാണ്, നമുക്ക് സന്തോഷത്തിനുള്ള മാർഗമാണ് നമ്മളിവിടെ തേടുന്നത്. അപ്പൊ നമുക്കത് സന്തോഷം ലഭിക്കണം. ഇവിടെ 10 ഓഫ് സോഡ് കണ്ടില്ല, സന്തോഷം നമുക്ക് ലഭിക്കണം, അതാണ് അത്യാവശ്യം. നമുക്ക് അതുപോലെ തന്നെ നമ്മളിവിടെ ഒരുപാട് തെറ്റുകൾ ചെയ്തതുപോലെയാണ് മറ്റുള്ളവർ കരുതുന്നത്. അപ്പൊ 1000 ശരികൾക്കിടയിൽ ഒരു തെറ്റ് കണ്ടുപിടിക്കാൻ വേണ്ടി കാത്തിരിക്കുന്നവരാണ് നമുക്ക് ചുറ്റുമുള്ളവരെല്ലാം തന്നെ. നമ്മൾ എന്തൊക്കെ ശരി ചെയ്ത് കഴിഞ്ഞാലും നമ്മുടെ ഇടയിൽ എന്തെങ്കിലും ചെറിയ ഒരു മിസ്റ്റേക്ക് മതി, അത് കണ്ടുപിടിച്ച് കൊട്ടിഘോഷിച്ച് നമ്മളെ ഒരുപാട് എനർജി ഡൗൺ ആക്കുന്ന ചില ആൾക്കാരുടെ എനർജി ഉണ്ട് ഇവിടെ. അതുകൊണ്ട് നമുക്ക് മറ്റുള്ളവരുടെ സ്വഭാവ സർട്ടിഫിക്കറ്റ് ഒന്നും നമുക്ക് വേണ്ട എന്ന് കരുതിക്കൊണ്ട് തന്നെ മുന്നോട്ട് പോവാം, അതാണ് വേണ്ടത്. അപ്പൊ ഇവിടെ അടുത്തായിട്ട് വന്നിരിക്കുന്നത് 9 ഓഫ് വാൻസ് ആണ്. അങ്ങനെ കണ്ടില്ലേ, ഇവിടെ സ്വന്തം കാര്യത്തിലാണ് ഇവിടെ മുന്നോട്ട് വരുന്നത്. അതാണ് ഇവിടെ ഒരു സക്സസ് നേടിയെടുക്കാൻ നിങ്ങളെ കൊണ്ട് സാധിക്കുന്നത്. മറ്റുള്ളവരാരും നിങ്ങൾക്കൊന്നും തരില്ല. അപ്പൊ അതുകൊണ്ട് തന്നെ നിങ്ങൾ സ്വയം കരുത്തരാവേണ്ടത് അത്യാവശ്യം തന്നെയാണ്. അങ്ങനെയാണ് നിങ്ങൾക്ക് ഈ ഒരു വിക്ടറിയും സക്സസും ഒക്കെ നേടിയെടുക്കാൻ സാധിക്കുന്നത് എന്നാണ് കാണുന്നത്. 9 ഓഫ് വാൻസിന്റെ എനർജി ഒത്തിരി പ്രശ്നങ്ങൾ ഉണ്ടെങ്കിൽ ആകാംക്ഷയോടുകൂടി നിൽക്കുകയാണ്. അപ്പൊ ഇവിടെ സഫലതയാണ്, ആഗ്രഹങ്ങളുടെ ഒരു സഫലത ഇവിടെ വരുന്നുണ്ട്. അത് ഇവിടെ പ്രശ്നങ്ങൾക്കിടയിലാണെങ്കിൽ പോലും അത്യാകാംക്ഷയോടുകൂടി കാത്തു നിൽക്കുന്ന എന്തോ ഒന്നുണ്ട് നിങ്ങളുടെ ജീവിതത്തിൽ, അല്ലേ? അപ്പൊ അത് ചിലപ്പോൾ അതിവിടെ നിങ്ങൾക്ക് വന്നു ചേരും, ചിലപ്പോഴെന്നല്ല അത് മിക്കവാറും നിങ്ങളിലേക്ക് വന്നു ചേരും. കാരണം സ്റ്റാറിന്റെ എനർജിയാണ് ഇവിടെ വന്നിരിക്കുന്നത്. സ്റ്റാർ എന്ന് പറയുമ്പോൾ എന്താണ്, നിങ്ങൾക്ക് നല്ലൊരു ഉയർച്ചയിലേക്ക് വരാനുള്ള, ഇവിടെ കണ്ടില്ല ഉയർച്ചയാണ്, ഇവിടെ റെയിൻബോ കാണിച്ചിരിക്കുന്നത്. അതുപോലെ ഐശ്വര്യത്തെ
കാണിച്ചിരിക്കുന്നു. അതുപോലെ തന്നെ ഇവിടെ നിങ്ങൾക്ക് ഡിവൈൻ ബ്ലെസ്സിങ്സും വരുന്നുണ്ട്. അപ്പോൾ തന്നെ തീർച്ചയായിട്ടും നിങ്ങൾക്ക് നല്ലൊരു ഉയർച്ചയിലേക്ക് പോകാനുള്ള സമയമാണ് ഇപ്പോഴെന്നാണ് കാണുന്നത്. എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾ ഒരു സ്ഥലത്ത് മാത്രം ഇങ്ങനെ ഒതുങ്ങിക്കൂടേണ്ട ആൾക്കാരല്ല നിങ്ങൾ. മനസ്സിലായോ? ഇവിടെ നിന്ന് എന്താണ് ഒരു പാഠം പഠിച്ചിട്ട് മുന്നോട്ട് നിങ്ങൾ ഗ്രോ ചെയ്യുകയാണ്. ഓരോ പാഠം പഠിക്കും തോറും നിങ്ങൾ മുന്നോട്ട് ഗ്രോ ചെയ്യുകയാണ് ചെയ്യുന്നത്, വളരുകയാണ് ചെയ്യുന്നത്. വളർച്ച നിങ്ങൾക്ക് വന്നുകൊണ്ടേയിരിക്കുന്നു. മനസ്സിലായോ? അപ്പൊ ഇവിടെ മറ്റുള്ളവർ ഇനി നിങ്ങൾ എടുക്കുന്ന തീരുമാനം സ്ട്രോങ് ആവുന്നു. ഇവിടെ നിങ്ങൾ തീരുമാനം എടുത്തിരിക്കുന്നു, അത് സ്ട്രോങ് ആണ്. ഇവിടെ അങ്ങനെ ആ ഒരു സ്ട്രോങ് ആയിട്ടുള്ള തീരുമാനം നിങ്ങൾ എടുത്തത് കൊണ്ട് തന്നെ മറ്റുള്ളവർക്ക് അസൂയ തോന്നുന്ന വിധത്തിൽ നിങ്ങളുടെ ജീവിതത്തിൽ വളർച്ചയുണ്ടാകുന്നു എന്നുള്ളതാണ് ഇവിടെ സ്റ്റാർ പറയുന്നത്. മറ്റുള്ളവർക്ക് അസൂയ തോന്നുന്ന വിധത്തിൽ നിങ്ങൾക്ക് വളർച്ച ഉണ്ടാവുകയാണ് ചെയ്യുന്നത്. അതോടുകൂടി നിങ്ങൾക്ക് പുതിയ സ്നേഹബന്ധങ്ങളും പിന്നെ അതുപോലെ ഹെൽത്തിയായ ബന്ധങ്ങളും ഉണ്ടാവാൻ പോകുന്നു എന്നുള്ളതാണ് അത്രമാത്രം നിങ്ങൾക്ക് നല്ല ഒരു ഉയർച്ചയാണ് വരാൻ പോകുന്നത് എന്ന് തന്നെയാണ് ഇവിടെ കാണുന്നത്. ഇവിടെ സ്റ്റാറിനെ പോലെ നിങ്ങൾക്ക് തിളങ്ങാനുള്ള സാഹചര്യം 10 ഓഫ് വാൻഡ്സ് ആണ്. ഒരുപാട് ഭാരം ചുമക്കുന്ന ചില ആൾക്കാരുണ്ടായിരിക്കാം. ആ ഭാരം ഒന്ന് താഴെ വെക്കണം എന്ന് ആഗ്രഹിക്കുന്ന ആൾക്കാർ തളർന്നു, ഭാരം ചുമന്ന് തളർന്നു കഴിഞ്ഞിരിക്കുന്നു. ഇനി ഇന്നത്തെ ദിവസം ഇതെന്തായാലും താഴെ വെക്കുകയാണ്. ഇനി എനിക്ക് ഇന്നത്തെ ദിവസം ഈ ഭാരം വേണ്ട എന്ന് കരുതി അവിടെ സ്റ്റോപ്പ് ചെയ്യുകയാണ് ചെയ്യുന്നത്. അപ്പോൾ നിങ്ങളായാലും അങ്ങനെ വിചാരിക്കണം, ഇന്നത്തെ ദിവസം എനിക്കിനി കൂടുതൽ ഭാരം വേണ്ട, ഞാനത് ഇവിടെ ഒന്ന് സ്റ്റോപ്പ് ചെയ്യുകയാണ് ചെയ്യുന്നത്. അതാണ് ഇവിടെ വന്നിരിക്കുന്നത്. അപ്പൊ എന്നിട്ട് നിങ്ങൾ പുതിയൊരു തുടക്കത്തിലേക്ക് പോകുന്നു, പുതിയൊരു തുടക്കത്തിലേക്ക് വളരെയധികം സന്തോഷത്തിലേക്ക് പോകുന്നു എന്നുള്ളതാണ് ഇവിടെ നമുക്ക് വന്നിരിക്കുന്നത്. വാൻസ് എനർജി ഒരുപാടുണ്ട് ഇവിടെ. അപ്പൊ ഇവിടെ ഒരുപാട് ആവേശത്തോടുകൂടി മുന്നോട്ട് വരുന്ന ഒരുപാട് പേരുടെ എനർജി ഇവിടെയുണ്ട്. നമുക്ക് ഇന്ന് ഏഞ്ചൽസിന്റെ മെസ്സേജ് നോക്കാവേ. നോൺ സ്റ്റോപ്പ് വന്നിട്ടുണ്ട്, സക്സസ് വന്നിരിക്കുന്നു, അൺലൈക്ലി വിത്തിൻ ദ നെക്സ്റ്റ് ഫ്യൂ മന്ത്സ് എന്നാണ് നമ്മൾ ബാക്കിൽ വന്നിരിക്കുന്നത്. കണ്ടില്ലേ, നിങ്ങളിപ്പോൾ എന്താ ആഗ്രഹിച്ചോ, എന്താണ് ആവേശത്തോടുകൂടി വെയിറ്റ് ചെയ്യുന്നത്, അല്ലെങ്കിൽ മുന്നോട്ട് പോകണമെന്ന് ആഗ്രഹിക്കുന്നത് എന്തിനു വേണ്ടിയിട്ടാണ്, അത് നിങ്ങൾക്ക് വിത്തിൻ നെക്സ്റ്റ് ഫ്യൂ മന്ത്സ് കുറച്ച് മാസങ്ങൾക്കകം നിങ്ങൾക്കത് സാധ്യമാകും എന്നുള്ളതാണ് ഇവിടെ കാണുന്നത്. കുറച്ച് മാസങ്ങൾ കൂടി നിങ്ങളൊന്ന് വെയിറ്റ് ചെയ്യണം, അതിനായിട്ട് പരിശ്രമിക്കണം. അത്രമാത്രം മതി. നിങ്ങളിവിടെ ഒരുപാട് പരിശ്രമിച്ചിട്ടുണ്ടാവണം. അപ്പൊ അത് നിങ്ങൾക്ക് സാധ്യമാകും. ഇവിടെ ലെറ്റ് ഗോ, ആവശ്യമില്ലാത്തതിനെ ലെറ്റ് ഗോ ചെയ്യൂ. വേണ്ടെന്ന് വെച്ച് കഴിഞ്ഞാൽ അത് വേണ്ട, അതിനെ ഞാൻ ലെറ്റ് ഗോ ചെയ്തിരിക്കുന്നു, ഞാൻ ഡിവൈനിലേക്ക് സമർപ്പണം ചെയ്തിരിക്കുന്നു, സറണ്ടർ ചെയ്തിരിക്കുന്നു. ഇത് പറഞ്ഞു കഴിഞ്ഞാൽ പിന്നെ യാതൊരു പ്രശ്നവും ഉണ്ടാവില്ല. വീണ്ടും വീണ്ടും ആ ഒരു എനർജിയെ ഇങ്ങോട്ട് തിരിച്ചു കൊണ്ടുവരാതിരുന്നാൽ മാത്രം മതി. അതല്ല, നമ്മൾ ഡിവൈനിലേക്ക് സറണ്ടർ ചെയ്ത് കഴിഞ്ഞു എന്നിട്ട് വീണ്ടും അതിനെക്കുറിച്ച് ചിന്തിച്ചു കഴിഞ്ഞാൽ പോയതിലും ഇരട്ടി ശക്തിയായിട്ട് നിങ്ങളുടെ എനർജി ഡൗൺ ആവുകയാണ് ചെയ്യുന്നത്. അതുകൊണ്ട് ഒരു കാര്യം നമ്മൾ വേണ്ട, ലെറ്റ് ഗോ ചെയ്തിരിക്കുന്നു എന്ന് വെച്ച് കഴിഞ്ഞാൽ അവിടെ അങ്ങ് ഫുൾ സ്റ്റോപ്പ് ഇടുക. മനസ്സിലായോ? നിങ്ങൾക്കിനി ഏത് കാര്യമായാലും, റിലേഷൻഷിപ്പാണോ അല്ല മറ്റെന്തെങ്കിലുമൊക്കെ പ്രശ്നങ്ങളാണോ, അവിടെ നിങ്ങൾക്ക് വരാനുള്ള നന്മയാണോ, നല്ലതായിട്ട് എന്തെങ്കിലും നിങ്ങളിലേക്ക് വരാനുണ്ടെങ്കിൽ അത് നിങ്ങളിലേക്ക് സ്വയമേ വന്നുകൊള്ളും. നിങ്ങൾ ഓടിച്ചാടി തേടി പിടിക്കേണ്ട ഒരു കാര്യവും ഇല്ല. ഇവിടെ ഡോണ്ട് സ്റ്റോപ്പ് എന്നാണ് പറയുന്നത്. എന്താണ്, നിങ്ങൾ ഒരു കാര്യം ചെയ്യാൻ തുടങ്ങിക്കഴിഞ്ഞാൽ അവിടെ അത് നിർത്തണ്ട. നിങ്ങളൊന്നിനു വേണ്ടി പരിശ്രമിക്കുന്നുണ്ടോ, എന്തെങ്കിലും ഒരു കാര്യത്തിന് നിങ്ങൾ പരിശ്രമിക്കുന്നുണ്ടോ, ഒരു ജോലിക്കാണോ അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും നിങ്ങളുടെ സൊസൈറ്റിയിൽ നിങ്ങളുടെ കുടുംബത്തിൽ എന്തെങ്കിലും ഒരു കാര്യത്തിന് നിങ്ങൾ പരിശ്രമിക്കുന്നുണ്ടോ, അതവിടെ നിർത്തിവെക്കേണ്ട കാര്യമില്ല. നിങ്ങൾ തുടങ്ങിക്കൊള്ളൂ, ഇപ്പോൾ നല്ല സമയമാണ്, നിങ്ങൾ ആക്ഷൻ എടുത്തോളൂ, മുന്നോട്ട് വന്നോളൂ, നിങ്ങളിലേക്ക് അത് വന്നു ചേർന്നുകൊള്ളും. മനസ്സിലായോ? എൻ്റെ സമയം നല്ലതല്ല എന്നൊക്കെ കരുതി ചില കാര്യങ്ങൾ നിങ്ങൾ സ്റ്റോപ്പ് ചെയ്യുന്നുണ്ടെങ്കിൽ അവിടെ വേണ്ട, അതങ്ങനെ തീരുമാനിക്കേണ്ട, അത് നിങ്ങളിലേക്ക് വന്നോളും. മനസ്സിലായോ? അത് വരാനുള്ളതാണ്, അതുകൊണ്ട് നിങ്ങളിലേക്ക് അത് വന്നുകൊള്ളും. നിങ്ങൾ സ്റ്റോപ്പ് ചെയ്യണ്ട, നിങ്ങൾ തുടർന്നുകൊള്ളൂ, നിങ്ങളുടെ ജോലി നിങ്ങൾ തുടർന്നുകൊള്ളൂ. സക്സസ് ആണ് വരാൻ പോകുന്നത്. കണ്ടില്ലേ, അൺലൈക്ക്ലി എനിക്കത് ഇഷ്ടമല്ല എന്ന് കരുതിക്കൊണ്ട് എന്തിനെങ്കിലും ഉപേക്ഷിച്ച് കഴിഞ്ഞാൽ നിങ്ങൾക്കത് വേണ്ട.
മനസ്സിലായി? നമ്മുടെ മനസ്സിലൊരു ഇഷ്ടമില്ലായ്മ ഏതെങ്കിലും ഒരു കാര്യത്തിനോടുണ്ടെങ്കിൽ അത് വേണ്ട. എന്ത് ജോലി ചെയ്യുന്നതും സന്തോഷത്തോടു കൂടിയും ഇഷ്ടത്തോടു കൂടിയും ചെയ്യുക. അവിടെയാണ് സക്സസ് ഉണ്ടാവുന്നത്. ആത്മവിശ്വാസം, സിൻസിയറിറ്റി, ഒക്കെ ഹോണസ്റ്റി, ഇതെല്ലാം നമുക്ക് വേണ്ടതാണ്. കൺസിസ്റ്റൻസി, എന്തെങ്കിലും ഒരു കാര്യം ചെയ്യുമ്പോൾ അത്യാവശ്യ കാര്യമാണത്. അങ്ങനെ ചെയ്ത് മുന്നോട്ട് വരുമ്പോഴാണ് നിങ്ങൾക്ക് സക്സസ് ലഭിക്കുന്നത്. അല്ലാതെ മനസ്സുകൊണ്ട് എനിക്കത് ഇഷ്ടമല്ല, എനിക്കത് വേണ്ട എന്നൊക്കെ വിചാരിച്ച് മുന്നോട്ട് വന്നു കഴിഞ്ഞാൽ ഒന്നും നിങ്ങൾക്ക് സാധിക്കില്ല. ഇവിടെ അതാണ് പറയുന്നത്. ഇവിടെ തീർച്ചയായിട്ടും നിങ്ങളിലേക്ക് സക്സസ് വരാൻ പോകുന്നുണ്ട് നിങ്ങൾ ചെയ്യുന്ന പ്രവർത്തികളിൽ. മനസ്സിലായോ? മറ്റുള്ളവർക്ക് അസൂയ തോന്നത്തക്ക വിധത്തിൽ നിങ്ങൾക്കൊരു വളർച്ച വരികയാണ് ചെയ്യുന്നത്. അതുകൊണ്ട് നിങ്ങൾ ഉദ്ദേശിക്കുന്ന കാര്യം, തുടങ്ങി വെച്ച കാര്യങ്ങളൊന്നും സ്റ്റോപ്പ് ചെയ്യണ്ട. ഇതൊക്കെയാണ് നമ്മുടെ ഇന്നത്തെ റീഡിംഗ്. ഈ റീഡിംഗ് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ നിങ്ങൾ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണേ. അതുപോലെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്ത് കമൻറ്റ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാൻ മടി വിചാരിക്കല്ലേ. പേഴ്സണലായിട്ട് റീഡിംഗ് ആവശ്യമുള്ളവർക്ക് നമ്പർ കൊടുത്തിട്ടുണ്ട്, വാട്സപ്പ് വഴി മെസ്സേജ് അയച്ച് കോൺടാക്ട് ചെയ്യാവുന്നതാണ്. അടുത്തൊരു വീഡിയോയിലേക്ക് കാണുന്നത് വരേക്കും ബൈ.